ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണേ. രാവിലെ തന്നെ നമ്മളൊരു ഫംഗ്ഷന് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം നമ്മൾ ഇന്നൊരു നെയ്ബറിൻ്റെ ഫംഗ്ഷനാണേ പോകുന്നത്. ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെ കാറിലാണേ പോകുന്നത്. അതെന്താണെന്നറിയോ, തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമല്ലോ, അതിനാണേ ഞങ്ങൾ കാറിൽ പോകുന്നത്. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പെട്രോൾ പമ്പാണേ. റോഡിൽ വർക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കറങ്ങി പോകേണ്ടതായിട്ട് വന്നേ. ഇവിടെ പാലത്തിന്റെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നേ പോകുന്ന വഴിക്ക്. നമ്മളിപ്പോൾ ഭീമാപള്ളി ക്രോസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഭീമാപള്ളി കൂടെ കയറണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടേ. അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഭീമാപള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേ. അവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെ ആയിരുന്നേ ഭീമാപള്ളി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ മുൻപ് വന്നതിനേക്കാൾ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നേ. അവിടെ ഇരിക്കാനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ അവിടെ തണലിന് വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ശംഖുമുഖത്തേക്കാണേ. ഇവിടുന്ന് തന്നെ കടൽ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നേ. ട്രിവാൻഡ്രം എയർപോർട്ടാണ് ഈ കാണുന്നത്. അത്രയും ഇവിടെ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ കമ്പിയുടെ അപ്പുറത്തൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കടൽ ഒരുപാട് ഇങ്ങ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊന്നും ഇപ്പോൾ ഒരു സ്പേസും ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണേ. നല്ല ചൂടുണ്ടായിരുന്നേ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിരുന്നേ. ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്ന വലിയ സ്വപ്നം കണ്ടവരാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് പാർക്കിംഗ് ഫീ ഒക്കെ അടച്ചതിന് ശേഷം നമ്മളിനി അകത്തേക്ക് പോകാൻ പോവാണേ. ഇവിടെ കുറച്ചു നാളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ ആണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് തന്നെ ഈ ഒരു മത്സ്യകന്യകയുടെ ശില്പമുണ്ട്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടേക്ക് നമ്മൾ പോയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നേ. അതുകൊണ്ട് ഈ വീഡിയോസ് എടുക്കുമ്പം തന്നെ ഫോണിൽ ഒന്നും കാണാൻ പറ്റാതെയാണ് ഞാൻ എടുത്തതും. അതുകൊണ്ട് ഈ വീഡിയോസൊക്കെ തന്നെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഡൗട്ടായിരുന്നേ. ഞങ്ങൾ മുൻപ് വന്നതിനേക്കാളും ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്.
കാനായി കുഞ്ഞിരാമൻ്റെ ഒരുപാട് ശില്പങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ആ ഒരു മത്സ്യകന്യകയും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദമാണ് ഈ വീഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മളിനി കടലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അടുത്തേക്ക് പോകുന്തോറും നല്ല കാറ്റൊക്കെ ആയിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പപ്പറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നേ. ഇപ്പം എല്ലാ ഈവനിങ്ങിലും ഈ ഷോ അവിടെ നടക്കാറുണ്ട്. ഇത് കാണാനായിട്ട് ഒരുപാട് പേര് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ കടലിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് അവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നേ. അതിൻ്റെ പുറത്ത് ഇരുന്നിട്ട് കുറേ നേരം കടൽ നോക്കി ഇരുന്നിട്ടുണ്ടായിരുന്നേ. നല്ല കാറ്റ് നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അവിടെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെയുള്ളൊരു പുതിയ അറേഞ്ച്മെൻ്റ് ആണ് ഈ ഒരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു വെഡ്ഡിങ് പാർട്ടി നടക്കുന്നുണ്ടായിരുന്നേ. അടുത്ത നമ്മൾ പോകുന്നത് അവിടെ തന്നെയുള്ളൊരു ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ. ഞങ്ങൾ ഈ വഴിയായിരുന്നേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. കയറിയത് വേറെ വഴി കൂടെയാണ്, തിരിച്ചിറങ്ങുന്നത് ഈ വഴി കൂടെയാണേ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും എയർപോർട്ടിൽ നിന്ന് ഒരു പ്ലെയിനും പോകുന്നുണ്ടായിരുന്നേ. അത് നീ ഇങ്ങനെ പറയുവാണേ. പിന്നെ ഞങ്ങൾ പോയത് കേക്ക് വേൾഡിലേക്കാണ്. ബ്രോസ്റ്റഡിൻ്റെ ഒരു പാക്കും മിൻറ്റ് ലൈമൊക്കെ ആയിരുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓർഡർ ചെയ്തതെന്ന് അറിഞ്ഞാലോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടല്ലേ ഫുഡ് വരത്തുള്ളൂ. കേക്ക് വേൾഡിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ, അവിടെ നിന്ന് ആ പാട്ടൊക്കെ കേട്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ.
എത്ര കഴിച്ചാലും മതി വരാത്ത ഒന്നാണല്ലോ ബ്രോസ്റ്റഡ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. കൂടെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. ബൈ.